ഹലോ ആൻഡ് വെൽക്കം ടു മൈ ചാനൽ ഇൻ ദ കിച്ചൺ വിത്ത് ബിന്ദു. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നൊരു ഇറ്റാലിയൻ ഡിഷാണ് കേട്ടോ. വളരെ ഈസിയാണ്, കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടും. അപ്പോൾ അതിന് വേണ്ടുന്ന സാധനങ്ങൾ നമ്മുടെ ചുമന്ന മുളക് ചതച്ച് പൊടിച്ച് വെച്ചതുണ്ട്, പിന്നെ 1/4 കപ്പ് വൈറ്റ് വൈൻ ഉണ്ട്, പിന്നെ 1/4 കപ്പ് അരിഞ്ഞു വെച്ച വെളുത്തുള്ളി ഉണ്ട്, ബേസിലിൻ്റെ ഇലകളുണ്ട്, നാരങ്ങയുടെ നീര്, ബട്ടർ, സോൾട്ട്, ചെമ്മീൻ. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ എന്താ പറയുക, വൈനും ബേസിലും നിങ്ങൾക്ക് ഒഴിവാക്കണമെങ്കിൽ ഒഴിവാക്കാം, ലെമൺ മാത്രം ഒഴിച്ചാലും മതി, അതേ നല്ല ടേസ്റ്റ് തന്നെ കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാത്രം അടുപ്പിൽ വെച്ച് ചൂടാകുമ്പോൾ കുറച്ച് ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ തീ ഞാൻ ഏറ്റവും കുറച്ചാണ് കേട്ടോ വെച്ചിരിക്കുന്നത്. കാരണം നമ്മൾ വെളുത്തുള്ളി ഇടുമ്പോഴത്തേക്കും വെളുത്തുള്ളി കരിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ഭയങ്കര കയ്പ്പായിരിക്കും. അപ്പോൾ അതുകൊണ്ട് വളരെ കുറഞ്ഞു വെച്ച തീയിൽ വേണം നമുക്ക് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ബട്ടറിന് ഹീറ്റ് ഉള്ളത് കൊണ്ട് അത് ഒരുവിധം നന്നായിട്ട് ഹീറ്റ് റീറ്റെയിൻ ചെയ്യും. എന്നിട്ട് നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ ചുമന്ന മുളക് ചതച്ചത് കൊടുക്കാം. ഇപ്പോൾ ഇതിൻ്റെ റെസിപ്പി എന്ന് പറയുന്നത് വളരെ ലൈറ്റായിട്ടുള്ളൊരു എരിവാണ് ഇതിന് ഉള്ളത്. പിന്നെ നിങ്ങളുടെ ആവശ്യത്തിനുള്ള എരിവ് നിങ്ങൾക്ക് ഇടാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇട്ട് കൊടുത്തിരിക്കുന്ന വെളുത്തുള്ളിയും അതുപോലെ തന്നെ ചുമന്ന മുളകും ഒരുവിധം നല്ലപോലെ മൂത്ത് കഴിഞ്ഞപ്പോഴത്തേക്കും അതിലേക്ക് നാരങ്ങയുടെ നീര് നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഏകദേശം ഒരു 450 ഗ്രാം ചെമ്മീൻ ഉണ്ടായിരുന്നു, ഒരുവിധം വലുതായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇത്രയും നാരങ്ങയുടെ നീരെടുത്തിരിക്കുന്നത്. പിന്നെ വൈനും നാരങ്ങ നീരും കൂടെ ഒഴിക്കുമ്പോഴത്തേക്കും ഇത് 1/4 കപ്പ് വൈറ്റ് വൈനാണ്, ഇത് കുറച്ച് മധുരം കൂടിയുണ്ട്. അപ്പോൾ രണ്ടും കൂടി മിക്സ് ആകുമ്പോൾ കറക്റ്റായിരിക്കും. നിങ്ങളിപ്പോൾ വൈൻ ഒഴിക്കുന്നില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നാരങ്ങ നീര് കുറച്ച് കുറവായിട്ട് ഒഴിച്ചാൽ മതിയാവും. അതിന് പകരം നാരങ്ങ നീരിനൊപ്പം വൈനിന് പകരം ഒരു 1/2 ടീസ്പൂൺ പഞ്ചസാര കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഏകദേശം ആ സെയിം എഫക്റ്റ് തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ അത് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്ത് വരണം. ആ വൈനിനകത്തെ ആൽക്കഹോളൊക്കെ ഒന്ന് കുക്ക് ചെയ്ത് പോകണം. നമുക്ക് കുട്ടികൾക്കൊക്കെ കൊടുക്കാനുള്ളതല്ലേ. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഇത് അത്രയും വെന്ത് കഴിഞ്ഞ് ഒരു 10-15 മിനിറ്റോളം നമ്മുടെ ആ വൈനൊന്ന് തിളച്ച് അതൊന്ന് ആൽക്കഹോൾ ഒന്ന് പോയി കഴിയുമ്പോഴത്തേക്കും അതിലേക്ക് നമുക്ക് ചെമ്മീൻ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ ചെമ്മീൻ 2 സൈഡും 5 മിനിറ്റ് വീതം മാത്രം കുക്ക് ചെയ്താൽ മതിയാവും. ഇത് അടച്ച് വെച്ച് നമുക്കൊരു 5 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്യാം. കാരണം ഒത്തിരി കുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ചെമ്മീൻ റബ്ബറി ആയി പോവും. അപ്പോൾ അതുകൊണ്ട് ഇറ്റാലിയൻ കുക്കിങ്ങിലൊക്കെ വളരെ ഫ്രഷ് ആയിട്ടുള്ളൊരു ടേസ്റ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ 5 മിനിറ്റ്, ഒരു സൈഡിൽ 5 മിനിറ്റ് മാത്രം നമ്മൾ കുക്ക് ചെയ്താൽ മതിയാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാനിത് അടച്ച് വെച്ച് കുക്ക് ചെയ്യാണ്. അതിനുശേഷം നമ്മൾ ഇതിൻ്റെ മുകളിൽ ഇത് കുക്ക് ചെയ്ത് കഴിയുമ്പോൾ പാർമെസാൻ ചീസാണ് യൂസ് ചെയ്യുന്നത്. ഒരു ഇറ്റാലിയൻ ഡിഷ് ആയതുകൊണ്ട് തന്നെയാണ് ഇറ്റാലിയൻ ചീസ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇനി ചീസ് ഒന്നുകിൽ നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ട് വേണ്ടാന്ന് വെക്കാം, അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള മറ്റേത് ചീസും ഇതിനോടൊപ്പം ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ ആ 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മൾ ആ പാത്രത്തിൻ്റെ അടപ്പ് തുറന്ന് നമ്മൾ ഈ ചെമ്മീനെല്ലാം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് തിരിച്ചിട്ട് കൊടുക്കുമ്പോൾ മറ്റേ സൈഡും ഏകദേശം ഒരു 3 മുതൽ 5 മിനിറ്റ് വരെ. കാരണം ഇതിപ്പോൾ ഓൾറെഡി ആ ജ്യൂസൊക്കെ നല്ലതായിട്ട് തിളച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ അതിനകത്ത് കിടക്കുന്നത് കൊണ്ട് തന്നെ രണ്ടാമത്തെ ഭാഗത്തിന് 3 മിനിറ്റോളം മതിയാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇപ്പം നന്നായിട്ട് എല്ലാം കുക്ക് ചെയ്ത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ സോസ് ഇത്രയും തന്നെ വേണം. കാരണം ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത് ഏഞ്ചൽ ഹെയർ പാസ്ത ആണ്. ആ പാസ്ത കുക്ക് ചെയ്ത് എടുത്തതിന് ശേഷം ഒലിവ് ഓയിലും സോൾട്ടും മാത്രമേ നമ്മൾ അതിനകത്ത് ചേർത്തിട്ടുള്ളൂ. അപ്പോൾ ഈ ചെമ്മീനിൻ്റെ സോസാണ് നമ്മളിതിൽ സെർവ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതാണ് ഈ സ്കാമ്പിയുടെ ഒരു പ്രത്യേകത. അപ്പോൾ ഇപ്പോൾ അതിന് വേണ്ടി ഗാർണിഷിങ്ങിന് വേണ്ടി നമ്മൾ കുറച്ച് ബേസിൽ ലീവ്സ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതൊന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് ഇനി നമുക്ക് നമ്മുടെ ചീസ് ഗ്രേറ്റ് ചെയ്ത് മുകളിൽ ചേർക്കാം. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ക്വാണ്ടിറ്റി. പക്ഷേ ഈ സോസ് ഭയങ്കര തിക്കോ റിച്ചോ ഒന്നുമല്ല, പക്ഷേ ഭയങ്കര ടേസ്റ്റിയാണ്. വളരെ ലൈറ്റ് ആൻഡ് റിഫ്രഷിംഗ് ആയിട്ടുള്ളൊരു ടേസ്റ്റാണ് കേട്ടോ. സമ്മർ ടൈമിലൊക്കെ ഇവിടെയൊക്കെ വളരെ പ്രോമിനൻ്റ് ആയിട്ട് എല്ലാവരും കഴിക്കുന്ന ഒരു റെസിപ്പിയാണ്. കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടും. അത് കൂടാണ്ട് തന്നെ വീക്ക് നൈറ്റിലൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയും കൂടിയാണ് ഇത്. അപ്പോൾ ഇത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഞാനിപ്പോൾ ആക്ച്വലി സ്റ്റൗ ഓഫ് ചെയ്തു, ഇത് അടച്ചു വയ്ക്കാൻ വേണ്ടി പോവാണ്. അതിനുശേഷം ഞാനിത് ഏഞ്ചൽ ഹെയർ പാസ്റ്റയുടെ ഒപ്പമാണ് നമ്മൾ സെർവ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇതിനകത്ത് ഒലിവ് ഓയിലും ഉപ്പും ചേർത്ത് മിക്സ് ചെയ്തെടുത്ത പാസ്റ്റയാണ്. ഒട്ടും ഒട്ടിപ്പിടിക്കാതെയൊക്കെ വളരെ അൽഡാൻറ്റയായിട്ട് എടുത്ത പാസ്റ്റയാണിത്. അത് വെച്ചതിന് ശേഷം നമുക്കിതിൻ്റെ മുകളിൽ നമ്മൾ കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന
ഷ്രിംപ് സ്കാംപി ചേർത്ത് വിളമ്പാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതൊരു ഇറ്റാലിയൻ ഡിഷാണെങ്കിലും നമുക്ക് അത്ര പരിചിതമല്ലാത്തൊരു ഡിഷാണെങ്കിൽ പോലും വളരെ ഈസിയാണ്. അതുകൊണ്ട് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ ഇതേ നമ്മളിവിടെ എല്ലാം ഗാർണിഷ് എല്ലാം ചെയ്ത് അതിൻ്റെ മുകളിൽ പാർമെസാൻ ചീസും ഒക്കെ ഇട്ടിട്ട് ഞാൻ ഈ പ്ലേറ്റ് ആക്ച്വലി എൻ്റെ മോന് വേണ്ടി ഉണ്ടാക്കിയതാണ്. ഞാൻ പറഞ്ഞല്ലോ കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ. കാര്യം ഇറ്റാലിയൻ ആണെങ്കിലും നമുക്ക് ഒരു രാത്രിയിലത്തേക്കൊക്കെ വേണ്ടി നമുക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്ന റെസിപ്പിയാണ്. അപ്പോൾ ഈ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലുള്ള നല്ല നല്ല റെസിപ്പികളുമായി ഇനിയും കാണും വരെ എല്ലാവർക്കും ബൈ ബൈ.